മൊഡ്യൂൾ, നമ്മുടെ ഫോർത്ത് സെമ്മിലെ ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സിലബസ് നോക്കിയിരുന്നോ? ഏതൊക്കെ മൊഡ്യൂൾസാ പഠിക്കാനുള്ള ടോപ്പിക് ഉള്ളത് എന്നൊക്കെ ഞാൻ സിലബസ് തന്നിരുന്നില്ലേ നിങ്ങൾക്ക്? ഫോർത്ത് സെമ്മിന്റെ തന്നിരുന്നോ? ഓർമ്മയില്ല മിസ്സേ. സിലബസ് തന്നിട്ടില്ലെങ്കിൽ എന്നോട് പറയാ. കാരണം നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്നതിനെ കുറിച്ച് ഒരു ബോധ്യം നമുക്ക് വേണം. അല്ലാതെ ടീച്ചർ പഠിപ്പിച്ച മാത്രമേ ആണ് സിലബസിലുള്ളത് എന്ന് വിചാരിക്കരുത്. ടീച്ചർ സിലബസിലുള്ളത് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് അറിയണം. അപ്പൊ ആ സിലബസ് കയ്യിലില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ലാസ്റ്റ് ഒരു മൊഡ്യൂൾ കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അതൊരു അപ്ലൈഡ് ഏരിയയാണ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു അപ്ലിക്കേഷൻ ഏരിയയാണ് ലാസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. അതിന്റെ പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വാളിറ്റി കൺട്രോൾ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. കൺട്രോൾ ചെയ്യുക. എന്തിനെ കൺട്രോൾ ചെയ്യുക? നമ്മള് ക്വാളിറ്റീനെ കൺട്രോൾ ചെയ്യുക. ക്വാളിറ്റീനെ എന്ത് യൂസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാം? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ, നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റീനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റീനെ എങ്ങനെ നമുക്ക് നല്ലതാക്കാം അല്ലെങ്കിൽ മെച്ചപ്പെടുത്താം എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളുടെ ഒരു അപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. ഒരു അപ്ലൈഡ് ഏരിയ ആണ് കേട്ടോ. നമ്മളതിലേക്ക് വരുമ്പോ ഇപ്പൊ നമ്മളൊരു മാർക്കറ്റിൽ നമ്മളൊരു ഐറ്റം, എന്ത് ഐറ്റം ആയിക്കോട്ടെ, നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെ നമുക്ക് വാങ്ങണം അല്ലെ. സാധാരണ നമ്മൾ ആരായാലും എന്തൊരു സാധനം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അനുസരിച്ച് മൂല്യമുള്ള ഒരു സാധനം നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെ നമുക്ക് കിട്ടണം എന്നാണ് നമ്മൾ വിചാരിക്കുക. അതിപ്പോ ഒരു ഏറ്റവും ചെറിയ സാധനം മുതൽ ഏറ്റവും വലിയ സാധനം വരെ നമ്മൾ വാങ്ങുകയാണെങ്കിലും, അതായത് ഏറ്റവും ചെറിയൊരു സേഫ്റ്റി പിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഏറ്റവും വലിയൊരു കാറ്, വില കൂടിയ കാറ് വാങ്ങാൻ പോവുകയാണെങ്കിൽ കൂടി നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എന്തിനാണ് അത് വാങ്ങുന്നത് ആ പർപ്പസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതായിരിക്കും നമ്മുടെ മനസ്സിൽ അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു കടയിൽ ഒരു നോട്ട്ബുക്ക് വാങ്ങാൻ പോകണമെന്ന് വിചാരിക്കുക. നമ്മളൊരു നോട്ട്ബുക്ക് വാങ്ങാൻ പോകുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും? ആ പേപ്പർ, നമ്മുടെ ബുക്കിന്റെ നോട്ട്ബുക്കിലെ പേജുകളുടെ കട്ടി നോക്കും. നമ്മൾ എഴുതുമ്പോൾ അപ്പുറത്തെ സൈഡ് കാണുന്ന അത്രയും കനംകുറവാണോ, കട്ടിയുള്ള പേജ് ആണോ, അതുപോലെ വരയിട്ടതാണോ, നമുക്ക് ആവശ്യം ചിലപ്പോൾ വരയിടാത്തതായിരിക്കാം അല്ലെ. അതുപോലെ ബുക്കിന്റെ കവറുകൾ, ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറയും അവർക്ക് ഫ്ലവറിന്റെ ചിത്രമുള്ളത് വേണം, അല്ലെങ്കിൽ കാർട്ടൂണിന്റെ പിക്ചർ ഉള്ളത് വേണം കവറ്. അങ്ങനെ നമ്മളൊരു ഐറ്റം വാങ്ങാൻ പോകുമ്പോ തന്നെ നമ്മൾ എന്താ 100 കൂട്ടം എന്താ പറയാ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ നമ്മൾ ഈ വിചാരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മൾ വിചാരിക്കണോ, ഞാൻ വാങ്ങുന്ന ബുക്കിന് അതിന്റെ പേജിന് നല്ല കട്ടി ഉണ്ടാവണം, അതുപോലെ അതിന്റെ കവർ നന്നായിരിക്കണം, നല്ല കട്ടിയുള്ള കവർ ആയിരിക്കണം, ബുക്കിന് നല്ല ക്വാളിറ്റി ഉണ്ടാവണം ബേസിക്കലി അല്ലെ. അപ്പൊ ഒരു നോട്ട്ബുക്ക് വാങ്ങാൻ പോകുമ്പോൾ പോലും നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ടാണ് ഒരു ബുക്കിനെ നമ്മൾ സെലക്ട് ചെയ്യാറ് സാധാരണ. ഇപ്പൊ ഒരു പേന വാങ്ങാൻ പോകുമ്പോഴായാലും ആ പേന നന്നായിട്ട് എഴുതാൻ പറ്റുന്നതായിരിക്കും. ചിലപ്പോ ചിലർക്ക് നീല ബ്ലൂ ഇങ്ക് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ബ്ലാക്ക് ഇങ്ക് ആയിരിക്കും ഇഷ്ടം അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് കിട്ടണം എന്നാണ് നമ്മൾ എല്ലാവരും മാർക്കറ്റിൽ പോയിട്ട് ഒരു പെർട്ടിക്കുലർ ഐറ്റം വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുക അല്ലെ. ഇതേപോലെ തന്നെ ഓരോ കമ്പനിക്കാരും, ഓരോ മാനുഫാക്ചേഴ്സും അവരും എന്താ പറയാ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സ് മാർക്കറ്റിൽ ചെലവാകണമെങ്കിൽ, അതായത് മാർക്കറ്റിൽ അത് വിറ്റു പോകണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ അവർ ഉത്പാദിപ്പിക്കണം. എന്നാൽ മാത്രമേ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് മാർക്കറ്റിൽ ചെലവായി പോവുള്ളൂ അല്ലെ. അതിപ്പോ ഒരു ചെറിയ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഒരു ചെറിയ സേഫ്റ്റി പിൻ ഉണ്ടാക്കുന്ന ആൾക്കാർ മുതൽ ഏറ്റവും വലിയ കാർ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വരെ അവര് പറഞ്ഞിരിക്കുന്ന, അതായത് ഇപ്പൊ ഒരു സേഫ്റ്റി പിൻ എന്ത് പർപ്പസ് ആണോ ചെയ്യേണ്ടത് ആ ക്വാളിറ്റി എല്ലാം അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന സേഫ്റ്റി പിന്നുകൾക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ ഒരു വില കൂടിയ കാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറേഴ്സ് ആണെങ്കിൽ ആ വില കൂടിയ കാറിന് ഉണ്ടാവേണ്ട എല്ലാ ഫീച്ചേഴ്സും എന്ത് ചെയ്യണം, ആ കാറ് മീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് അവര് മാർക്കറ്റിൽ കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് ആ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ, ചെലവാകുള്ളൂ അല്ലെ. അതിപ്പോ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്താ പറയാ, ഒരു
ചെറിയ നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽസ് വേണം ഏതൊരു പ്രോഡക്റ്റിനാണെങ്കിലും. സോ അങ്ങനെ ഒരു ചെറിയ റോ മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മുതൽ അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നത് വരെ എവിടെ വേണമെങ്കിലും ക്വാളിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവാം. മനസ്സിലായോ? അതായത് നമ്മൾ ബേസിക്കലി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാനുഫാക്ചറർ ഒരു റോ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന മുതല് ആ റോ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ആ മാനുഫാക്ചറർ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, അത് എന്തോ ആയിക്കോട്ടെ, ഒരു ബുക്ക് ആവാം, ഒരു പെൻ ആവാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം, നമ്മൾ വാങ്ങുന്ന നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ആവാം. സോ അങ്ങനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് ആള് മാർക്കറ്റിലേക്ക് അത് എത്തിക്കുന്നത് വരെ അവർക്ക് ക്വാളിറ്റിയിൽ വേരിയേഷൻസ് വരുന്ന ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടാവാം, ക്വാളിറ്റിയിൽ ഒരുപാട് ചേഞ്ചുകൾ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ വരുന്ന ചേഞ്ചുകളെ എല്ലാം ഐഡന്റിഫൈ ചെയ്ത് അതിനെ എല്ലാം റെക്ടിഫൈ ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൽ കൊണ്ടുവന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവർക്ക് അവർ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്ട്സ് ചെലവാകുള്ളൂ, അല്ലേ? അപ്പൊ ഇതിനു വേണ്ടി അവരെ സഹായിക്കുന്ന ഒരു ബ്രാഞ്ചാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് അവര് ഒരു റോ മെറ്റീരിയൽ സെലക്ട് ചെയ്തുകൊണ്ട് അവർ എന്ത് പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് വരെ, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് വരെ അതിന്റെ ഇടയിൽ എന്തൊക്കെ ക്വാളിറ്റിയിൽ എന്തൊക്കെ അതിന്റെ ക്വാളിറ്റിനെ അഫക്ട് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് വരാൻ പറ്റുമോ അങ്ങനെയുള്ള ഫാക്ടേഴ്സിനൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്രാഞ്ച് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന് നമ്മൾ പല ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ഓരോ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്ന ആ പ്രൊസീജിയറിൽ മൊത്തം നമ്മൾ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. എവിടെയെങ്കിലും എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യും. അപ്പൊ ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ബ്രാഞ്ചാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ജസ്റ്റ് നമുക്ക് ആദ്യത്തെ ക്ലാസ് 1-2 ക്ലാസ് നമുക്ക് ഫുൾ തിയറി ആണ്. അപ്പൊ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത് നമുക്ക് ഒപ്പം നോട്ട് എഴുതാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. അപ്പൊ എഴുതിക്കോളൂ ക്വാളിറ്റി കൺട്രോൾ ഹെഡിങ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇത് all companies നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തന്നിട്ട് പിന്നെ നിങ്ങൾ വായിക്കും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. all companies whether they manufacture products, whether they manufacture products or provide services, understand that quality is ഓക്കെ. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? എവിടെ പറഞ്ഞു നിർത്തിയത്? Understand that quality is. Okay. Understand that quality is essential for survival in the global economy. Essential for survival in the global economy. Full stop. Everyone is interested in buying
good quality products. Everyone is interested in buying good quality products at reasonable prices. At reasonable prices. If a company produces good quality products, it automatically builds a goodwill among the customers. It automatically builds a goodwill among the customers. And even when a new product is ventured, people prefer to buy it because of the performance of the company, introducing the earlier products. ഒരു സെക്കൻഡ് ഞാൻ പറയാട്ടാ. It is absolutely necessary to keep introducing the earlier products. Okay, okay. Company introducing the earlier products, full stop. Hence, in the present world of stiff competition, comma, it is absolutely necessary to keep the standards of quality at a very high order continuously and consistently. Next paragraph ആയിട്ട് എഴുതാം. With the development in the theory of statistics, and sampling methods, comma, there are a number of statistical devices which are helpful in maintaining and improving the quality of the products
quality of the products produced, and this process is known as statistical quality control. And this process is known as statistical quality control. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിനെ നമ്മൾ ചുരുക്കി പറയുന്നതാണ് SQC. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിലെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തുകൊണ്ട് പറയുന്നതാണ് ക്യാപിറ്റൽ SQC. ക്യാപിറ്റൽ ലെറ്ററിൽ SQC. അതിന്റെ അർത്ഥം സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നാണ്. അപ്പൊ ബ്രാക്കറ്റില് SQC എന്ന് എഴുതിക്കോളൂ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിന് എഴുതിയില്ലേ, അതിന്റെ ബ്രാക്കറ്റില് SQC, എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. എഴുതിയോ? ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിലെ ഈ കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് വോൾട്ടർ എ ഷുവർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. വോൾട്ടർ എ ഷുവർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ഈ ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് ആ സയന്റിസ്റ്റിനെ നമ്മൾ ഫാദർ ഓഫ് ക്വാളിറ്റി കൺട്രോൾ അനാലിസിസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിന്റെ കൂടെ തന്നെ the concept of statistical quality control, the concept of statistical quality control, the concept of statistical quality control was developed by Dr. Walter A. Shewhart. സ്പെല്ലിംഗ് ഞാൻ പറയാം. ഡോക്ടർ DR എഴുതി കുത്തിട്ടിട്ട് വോൾട്ടർ WALTER, വോൾട്ടർ WALTER, വോൾട്ടർ. പിന്നെ ക്യാപിറ്റൽ A, വോൾട്ടർ A ഒരു കുത്തിട, എന്നിട്ട് ഷോർട്ട് SHEWHART, ഷുവർട്ട്. കൊമ എഴുതിയോ? And he is known as the father of quality control analysis. And he is known as the father of quality control analysis. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട് ഈ സയന്റിസ്റ്റിന്റെ പേര്. നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് എഴുതാം ക്വാളിറ്റി. ഡിഫൈൻ ക്വാളിറ്റി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഫിറ്റ്നസ് ഫോർ യൂസ്. അതായത് ഒരു പ്രോഡക്റ്റ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ മാനുഫാക്ചർ ചെയ്തത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത്, ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ എന്തിനു വേണ്ടിയാണ്, എന്താണോ അതിന്റെ പർപ്പസ്, ആ പർപ്പസ് ആ പ്രോഡക്റ്റിനെ നിറവേറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ക്വാളിറ്റി ആണെന്ന് പറയാം. മനസ്സിലായോ? സോ സിമ്പിൾ ഡെഫിനേഷൻ ഈസ് ക്വാളിറ്റി മീൻസ് ഫിറ്റ്നസ് ഫോർ യൂസ്. മനസ്സിലായോ? നമുക്ക് ഉപയോഗിക്കാൻ ഫിറ്റ് ആയിരിക്കണം. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിലും നമ്മൾ എന്ത് പർപ്പസ് വിചാരിച്ചിട്ടാണോ ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്, ആ പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ പ്രോഡക്റ്റിന് കഴിയുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് എന്താണ്, ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. ക്ലിയർ ആയോ? എഴുതോ. ക്വാളിറ്റിനെ ഡെഫിനേഷൻ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ക്വാളിറ്റി മീൻസ് ഫിറ്റ്നസ് ഫോർ യൂസ്. ക്വാളിറ്റി മീൻസ് ഫിറ്റ്നസ് ഫോർ യൂസ് ഒരു ഇൻവേർട്ടഡ് കോമയിൽ ഇടുക കേട്ടാ. ക്വാളിറ്റി മീൻസ് ഫിറ്റ്നസ് ഫോർ യൂസ്. That is the power of the product. പ്രോഡക്റ്റിനെ കമ്മോഡിറ്റി എന്നും കൂടി പറയും. അത് എക്കണോമിക്കലി പറയുന്നതാണ് കമ്മോഡിറ്റിന്. ഗുഡ്സ് അതൊക്കെ പറഞ്ഞ പ്രോഡക്റ്റ് തന്നെയാണ് അതിന്റെ മീനിങ്. കമ്മോഡിറ്റി, ഗുഡ്സ് അങ്ങനെയൊക്കെ പറയും. The power of the product to fit the purpose of it is manufactured. The power of the product to fit the purpose of it is manufactured is usually defined as
defined as the quality of the product. Is usually defined as the quality of the product. In other words, by quality, we mean a set of standards. By quality, we mean a set of standards prescribed as specifications based on the function of the product. For example, അതായത് ക്വാളിറ്റിനെ പല രീതിയിൽ പറയാണ്. എല്ലാത്തിന്റെയും കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്, ഫിറ്റ്നസ് ഫോർ യൂസ്. അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് എന്ത് പർപ്പസിന് വേണ്ടിയാണോ മാനുഫാക്ചർ ചെയ്തത് ആ പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ പ്രോഡക്റ്റിന് കഴിയുന്നുണ്ടെങ്കിൽ അതിനൊരു ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ സർട്ടൺ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സർട്ടൺ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ട് ആ പ്രോഡക്റ്റ് എങ്കിൽ അതിനെ നമുക്ക് ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, if we take the fluorescent bulb, then the standards may be അതായത് നമ്മളിപ്പോ ഒരു ബൾബ് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയായിരിക്കും? ആ ബൾബിന്റെ വെളിച്ചം നമ്മൾക്ക് ചിലർക്ക് വെള്ള വെളിച്ചമായിരിക്കും, ചിലർക്ക് മഞ്ഞ യെല്ലോ ലൈറ്റും ഉണ്ട്, വെള്ള കളറിലുള്ള വെളിച്ചമുണ്ട് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഫ്ലൂറസെന്റ് ബൾബ് ആണെങ്കിൽ നമ്മൾ അതിന്റെ വെളിച്ചം നല്ലതായിരിക്കണം ഒന്നാമത്തെ. പിന്നെ എന്തായിരിക്കണം? ഹീറ്റ് ടോളറൻസ് ഉണ്ടാവണം, കറന്റ് ടോളറൻസ് ഉണ്ടാവണം, വോൾട്ടേജ് ടോളറൻസ് ഉണ്ടാവണം അല്ലെ. ഇതൊക്കെയാണ് നമ്മളൊരു ബൾബ് വാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. സോ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോ ഡിഫൈൻ ചെയ്തില്ലേ, ബൈ ക്വാളിറ്റി വി മീൻ എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ്ഡ് ആസ് സ്പെസിഫിക്കേഷൻസ് ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. അതായത് പ്രോഡക്റ്റിന്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അതിന് എന്ത് പറയാം? ആ പ്രോഡക്റ്റിന് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? For example, if we take the fluorescent bulb, then the standards may be light of bulb, comma, heat tolerance, comma, voltage tolerance, comma, intensity of illumination, etc. Full stop. ഇനി താഴെ എഴുതുക. Thus in short, short, quality is nothing but a set of specification or standards, a set of specifications or
standards which is set by some agency, which is set by some agency like, which is set by some agency like ISI, കേട്ടിട്ടില്ലേ ISI? ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം കേട്ടോ. ISI, BIS, ISO, ANSI, etc. ഇതൊക്കെ ഓരോ ഏജൻസികളാണ് കേട്ടോ. ISI, BIS, ISO, ANSI, etc. based on customer feedback, based on customer feedback and instructions of government, based on customer feedback and instructions of government. അതായത് ഈ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് സെറ്റ് ചെയ്യുന്നത് ആൾക്കാരെ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിൽ നിന്ന് അവരുടെ ഫീഡ്ബാക്കിൽ നിന്നും. അപ്പൊ ചിലത് വാങ്ങുമ്പോൾ നമുക്ക് തോന്നുമോ ഈ നമ്മൾ വിചാരിച്ച ഒരു പെർട്ടിക്കുലർ കാര്യം ആ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഇതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ആ ഏജൻസി സെറ്റ് ചെയ്യും. മനസ്സിലായോ? പിന്നെ ഗവൺമെന്റിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസും എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഓരോ പ്രൊഡക്റ്റിനും ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ മാത്രമേ മാർക്കറ്റിലേക്ക് ഇടാൻ പാടുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 2 phases ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെയാണ്. അതായത് മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ 2 ഫേസസിലൂടെയാണ് നമ്മൾ SQC അപ്ലൈ ചെയ്യുക. അതിൽ 2 ഫേസിൽ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് പ്രോസസ് കൺട്രോൾ ആണ്. പ്രോസസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റെഗുലർ ഇന്റർവെൽസിൽ അതിൽ നിന്ന് കുറച്ച് സാമ്പിൾസ് സെലക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ക്വാളിറ്റീനെ ചെക്ക് ചെയ്യുന്നു. മനസ്സിലായോ? അതായത് ഒരു പ്രോഡക്റ്റിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ കൃത്യമായിട്ടുള്ള റെഗുലർ ഇന്റർവെൽസിന്റെ ഇടയിൽ അതിൽ നിന്നും കുറച്ച് സാമ്പിൾസ് വീതം എടുത്തുകൊണ്ട് അതുവരെ ചെയ്തതിൽ അല്ലെങ്കിൽ അതുവരെ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും ക്വാളിറ്റിയിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതാണ് പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അതിന്റെ ബെസ്റ്റ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന മെത്തേഡ്. മനസ്സിലായോ? ഇനി പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാല് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് പോകേണ്ട അവസ്ഥയിലായിരിക്കുമ്പോ, അതായത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കുമ്പോ അതിൽ നിന്നും നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് സാമ്പിൾസ് സെലക്ട് ചെയ്തുകൊണ്ട് അത് നമ്മുടെ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അതാണ് പ്രോഡക്റ്റ് കൺട്രോൾ. മനസ്സിലായോ? പ്രോസസ് കൺട്രോൾ എന്ന് പറഞ്ഞാല് ഒരു പ്രോസസ്, അതായത് ഒരു പ്രോഡക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവാൻ വേണ്ടി അതൊരു കുറെ പ്രൊസീജിയറിൽ കൂടെ കടന്നു പോകണം. അങ്ങനെ ആ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ അതിൽ നിന്ന് സാമ്പിൾസ് സെറ്റ് ചെയ്ത് ഓരോ ഘട്ടത്തിലും അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതാണ് പ്രോസസ് കൺട്രോള്. എന്നാൽ പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയതിനു ശേഷം, ഒരു ബൾബാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ 1000 ബൾബ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്ന് നമ്മൾ റാൻഡം ആയിട്ട് ഒരു 100 ബൾബിനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും സ്പെസിഫിക്കേഷൻസും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ എടുത്തിരിക്കുന്ന സാമ്പിൾ നല്ലതാണെങ്കിൽ അത് എല്ലാ സ്പെസിഫിക്കേഷനും മീറ്റ് ചെയ്യും. അല്ല, നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾസിൽ ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അത് ക്വാളിറ്റി സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വിടില്ല. ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ കൂടി നമ്മൾ അതിനെ മാർക്കറ്റിലേക്ക് വിടില്ല. അതിന് മുന്നേ ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓരോ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുള്ളൂ. സോ പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയതിനു ശേഷം ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളിൽ നിന്ന് ഒരു സാമ്പിൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. അതാണ് പ്രോഡക്റ്റ് കൺട്രോൾ. ഇതിന് ഓരോന്നിനും ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉണ്ട് കേട്ടോ. ഈ പ്രോസസ് കൺട്രോൾ എങ്ങനെ ചെയ്യുക, പ്രോഡക്റ്റ് കൺട്രോൾ എങ്ങനെ ചെയ്യാന്നുള്ളതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുള്ളൂ. മനസ്സിലായോ? പ്രോഡക്റ്റ് കൺട്രോൾ എന്താണെന്നും പ്രോസസ് കൺട്രോൾ എന്താണെന്നും ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. മനസ്സിലായി. പ്രോസസ് കൺട്രോൾ അല്ല, പ്രോസസ് കൺട്രോൾ എന്നല്ല ഞാൻ പറയുന്നത്. SQC മെത്തേഡ്സ് നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതാം. SQC മെത്തേഡ്സ്
SQC methods can be applied to two phases of manufacturing process. First one, process control. അതെന്താണ് പറയുന്നത്? അത് എഴുതും. പ്രോസസ് കൺട്രോൾ നേടിയിട്ട് അതിന് താഴെ എഴുതാം a control to be maintained 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 during the process of manufacturing of products a control to be maintained during the process of manufacturing of products, which is called process control. Full stop. This is done through the inspection of samples collected. At regular intervals of production process. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റെഗുലർ ഇന്റർവെൽസിൽ നമുക്ക് കുറച്ച് സാമ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ പ്രോസസ് കൺട്രോൾ ടെക്നിക്കുകൾ ഉണ്ട്, നമ്മൾ ഇനി പഠിക്കും. ആ ടെക്നിക്കുകൾ വെച്ചിട്ട് ഈ നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിളുകളിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് ക്വാളിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് എത്തിക്കുക. അതാണ് പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. പ്രോസസ്സിന്റെ ഇടയിൽ നടക്കുന്നത് കൊണ്ടാണ് അതിനെ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ? സെക്കൻഡ്, പ്രോഡക്റ്റ് കൺട്രോൾ. It is another method of SQC. It is another method of SQC. In which the quality of a product is controlled. While the product is ready to dispatch or sell to the customers. Ready to dispatch or sell to the customers. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരെ. നമ്മള് ready
to dispatch or send to the customers. Full stop. This is done through acceptance sampling plans. This is done through acceptance sampling plans. Full stop. Here the acceptance or rejection of whole lot depends upon the samples drawn from the lot. Full stop. If the quality of the drawn sample is good, then the lot will be accepted and vice versa. Vice versa എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന ലോട്ട് നല്ലതാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ലോട്ടിലെ സാമ്പിൾസ് നല്ലതാണെങ്കിൽ നമ്മൾ ആ ലോട്ടിനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിജക്ട് ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. Full stop. Or in other words, the control which is used to decrease, defective items within different lots of LOTS ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. Lots of produced good എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രോഡക്റ്റുകളെ നമ്മൾ കമ്മോഡിറ്റി എന്ന് പറയും, ഗുഡ്സ് എന്നൊക്കെ പറയും. Lot of produced good is known as product control. Okay? അപ്പൊ നമ്മള് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക്കേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് എന്താണോ ആ പർപ്പസ് മീറ്റ് ചെയ്യുന്ന ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. അതിൽ നമ്മൾ എന്താണ് SQCയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, എന്തിനാണ് നമ്മൾ ക്വാളിറ്റി എന്നുള്ളത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് ഫോർ യൂസ്, അതായത് നമ്മളെ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ, പല ആൾക്കാർക്കും പല രീതിയിലുള്ള ഉപയോഗങ്ങളായിരിക്കും, ആ പർപ്പസുകളെല്ലാം മീറ്റ് ചെയ്യാൻ ആ പ്രോഡക്റ്റിന് കഴിയുന്നുണ്ടെങ്കിൽ അത് ഗുഡ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഈ SQC മെത്തേഡ്സ് നമ്മൾ ഈ നമ്മുടെ ഇതില് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുന്നത് രണ്ട് മെത്തേഡ് കൂടെയാണ്, പ്രോസസ് കൺട്രോൾ ആൻഡ് പ്രോഡക്റ്റ് കൺട്രോൾ. പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത് പറഞ്ഞിരുന്നു, നമ്മൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ റെഗുലർ ഇന്റർവെൽസിൽ അതിൽ നിന്ന് സാമ്പിൾസ് സെലക്ട് ചെയ്തുകൊണ്ട് പ്രോസസ് കൺട്രോൾ ടെക്നിക്സ്, ഈ പ്രോസസ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നതാണ് കൺട്രോൾ ചാർട്ട്സ് ഒക്കെ, അത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് അതിനെ കുറിച്ച്. അങ്ങനെയുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ആ ക്വാളിറ്റിയിൽ, ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് കാണുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ റെക്ടിഫൈ ചെയ്ത് ഗുഡ് ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൽ എത്തിക്കുന്നതാണ് പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയതിനു ശേഷം
അതിൽ നിന്ന് കുറച്ച് സാമ്പിൾസ്, അതായത് കുറെ എന്താ പറയാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറെ പ്രോഡക്ട്സ് ഉണ്ടാവും. അതിൽ നിന്ന് ഒരു ലോട്ട് അല്ലെങ്കിൽ ഒരു സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യും. ആ സാമ്പിളിൽ വരുന്ന പ്രോഡക്ട്സ് നല്ലതാണെങ്കിൽ നമ്മുടെ എല്ലാ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻസും അത് മീറ്റ് ചെയ്യും. അപ്പൊ പ്രോഡക്റ്റ് കൺട്രോളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങൾക്ക് പ്രോസസ് കൺട്രോൾ മാത്രമേ പഠിക്കാനുള്ളൂ. പ്രോഡക്റ്റ് കൺട്രോളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതായത് അതിന്റെ ബേസിക് ആയിട്ടുള്ള അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളിൽ നിന്ന് ഒരു സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഈ അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ആ ലോട്ട് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഗുഡ് ആണെങ്കിൽ നമ്മൾ ആ ഹോൾ പ്രോഡക്റ്റുകളെയും മാർക്കറ്റിലേക്ക് വിടും. അല്ല നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിളില് ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ലോട്ട് തന്നെ റിജക്ട് ചെയ്യും. അങ്ങനെ ആ പ്രോഡക്റ്റുകളെയൊക്കെ തിരിച്ച് മാർക്കറ്റിലേക്ക് വിടില്ല. അതാണ് പ്രോഡക്റ്റ് കൺട്രോൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിന്റെ കുറച്ച് വേരിയേഷൻസ്, കുറച്ചുകൂടി തിയറി പാർട്ട് പറയാനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസും പിന്നെ ഈ പ്രോസസ് കൺട്രോൾ എന്താന്നൊക്കെ ഡീറ്റെയിൽ, അതൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. വളരെ ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോളിന്റെ ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായാൽ പിന്നെ ഇവിടെ അങ്ങോട്ടൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നാളെ എടുക്കാം. നാളെ 5 മണിക്ക് തന്നെ. ഓക്കെ, മിസ്. താങ്ക് യു. താങ്ക് യു മിസ്.